ഇത്രയും ജീവിതാനുഭവങ്ങളുടെ ഇടയിൽ പഠിച്ചൊരു പാഠം എന്തായിരിക്കും? ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠം? ആരെയും വിശ്വസിക്കരുതെന്ന് എല്ലാരും പറഞ്ഞൊരു പാഠമല്ലേ. കല്യാണം കഴിയുന്നത് വരെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കരമായിട്ട് തകിടം മറിഞ്ഞു പോയി. ഞാന് എന്നെ കൊണ്ടുവന്നൊരു കടലിലോട്ട് തവലായിപ്പോയി. ഇവിടെ തിരിഞ്ഞു നോക്കുമ്പോഴും കടവും കടത്തിന്റെ കൂടും. അയ്യോ കഷ്ടമായി പോയി. അത്രയും കൂടുതൽ കടം എങ്ങനെയാണ് സുനിച്ചിന് വന്നത്? സുനിച്ചൻ കല്യാണമൊക്കെ ആയപ്പോ വീട് ഒന്ന് പൊളിച്ചു പണിതു. കടം വാങ്ങി ചെയ്താണ്. ഇവനൊക്കെ വെച്ച് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും? എനിക്ക് ഇനിയുള്ള ആൾക്കാരോട് പറയാനുള്ളത് അതാ, നമ്മളൊരു കല്യാണം കഴിക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്കത് ചെയ്യാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയത് കൊണ്ടാ. അല്ലെങ്കിൽ വെറുതെ അല്ല ഭാര്യക്കൊക്കെ തൊലയല്ല, ഞങ്ങള് ജീവിതം അവസാനിപ്പിച്ചേനെ. ഞാൻ നേരത്തെ ദുർബലനാ, എന്റെ മുറിവിൽ നീ മുളക് വരട്ടരുത്. പക്ഷെ ഒരാള്, ഞാൻ കൂടെ ജീവിക്കേണ്ട ആളിങ്ങനെ ഇരുന്ന് വിഷമിക്കല്ലേ, അപ്പൊ പിന്നെ നമ്മുടെ കയ്യിൽ എന്താ വഴി? എന്റെ വേറെ ഒന്നുമില്ല. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. തൻ്റെ ഹസ്ബൻഡിനെ കടക്കണി കണ്ടിട്ടാണെങ്കിൽ സങ്കടം കണ്ടിട്ട് തൻ്റെ അച്ഛനും അമ്മ ഇത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നേക്കുന്ന ഒരു സ്വർണ്ണം തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് അത് ഊരി കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിനെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്? മൂന്നാമത്തെ ദിവസം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വിരുന്നിന് വരണമല്ലോ. അപ്പൊ എന്റെ ഒന്നുമില്ല, ഞാൻ എല്ലാം ഊരി കൊടുത്തായിരുന്നു. അങ്ങനെ നാട്ടുകാരുടെ മുൻപിൽ താൻ ഒരു വഷളനാക്കി, ഒരു നിഷ്ഠൂരനാക്കി. തൃപ്തിയായില്ലേ എനിക്ക്? ഞാൻ പിന്നെ അതൊന്നും കണ്ടിട്ടില്ല. ഞാൻ ആ കല്യാണ ദിവസം ഇട്ടതേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. മുതലെടുക്കണേ സജി. പക്ഷെ ഞാൻ അതിനുവേണ്ടി ഇപ്പോഴും ഒരു പരാതി, എന്റെ സ്വർണ്ണം എവിടെയെന്നോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല, ഇനിയോട്ട് ചോദിക്കയില്ല. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. അപ്പൊ ഇതിന് ശേഷം ഈ കുഞ്ഞൊക്കെ ആയതിനു ശേഷം ഈ കടക്കാരെ വരവ് കൂടിയോ? കൂടല്ല കുറയില്ല, അതിങ്ങനെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടത് അറിയാവോ? നമുക്ക് തിരിച്ചു കൊടുക്കാൻ പാങ്ങുണ്ടെങ്കിലേ വാങ്ങാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പട്ടിണി ഇരുന്നോളൂ. അപമാനിച്ച് ഞാൻ പോയിക്കോട്ടെ. ഞാൻ ഹാപ്പിയാണ്. പ്രോഗ്രാമിലൂടെ ചേട്ടൻ ഞാൻ ഹാപ്പിയാണ്. അടിച്ചു പൊളിക്കാനുള്ളൂ. ഈ ശരിക്കും സത്യമുള്ള കാര്യമാണോ ആരെയും വിശ്വസിക്കരുത്? ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഓക്കെയാണ്. തിരിച്ചും ആ ഒരു അത് ഉണ്ടോന്നുള്ളത് നമ്മളൊന്നും അറിയണ്ടേ. ഈ കാലത്ത് നല്ലത് കാണാൻ ആളുകൾക്ക് കണ്ണില്ല, എനിക്കതാ പേടി. അതെ, വിശ്വാസം മാത്രം കൊടുത്താൽ പോരാ, വിശ്വാസം പൊങ്ങി തിന്നാലൊന്നും ജീവിക്കാൻ പറ്റൂല. അവിടെ അങ്ങനെ നിന്ന് അടിച്ചു പൊടിച്ച് അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയില്ലേ. ഇപ്പോഴത്തെ ഭാര്യ എന്ത് കുട്ടികൾ എന്തെന്നുള്ള ചിന്തയേ ഇല്ല എന്നുള്ളതാണ്. സമ്മതിച്ചു കേട്ട് നിങ്ങൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോഴേക്കും തലക്കറി അപ്പിടുക.